ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം കഴിയുന്ന ദിവസമാണ്. ഞാൻ ബിയർ ഫെസ്റ്റിവൽ തുടങ്ങുന്ന ദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ഇന്ന് 10ാമത്തെ ദിവസമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇത് ആക്ച്വലി ജൂലൈ 13th എടുത്ത വീഡിയോ ആണ്. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ സൗപ്പ് കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അവളുടെ 16th ബർത്ത്ഡേ. അപ്പോൾ അവൾ ഇന്ന് അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ലഞ്ച് പാർട്ടിക്ക് പോയേക്കുവാണ്. ഞാനും ശ്രീനേട്ടനും ഇപ്പോൾ വീട്ടിലുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് സെറമണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇന്ത്യൻ നാടൻ നമ്മുടെ കേരള സെറ്റിൻ്റെ ഒരു എന്താ പറയുക ചുരിദാറൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയത്. അതുകൊണ്ട് ജിംക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. മുഖത്തൊരു ക്ഷീണമുണ്ട്, പനി അതിൻ്റെ ആണ്. പനിയൊക്കെ എന്തെങ്കിലും വൈകിട്ട് എന്തായാലും ബിയർ ഫെസ്റ്റിവലിന് പോകുന്നുണ്ട്. അപ്പം ഇന്ന് കൊടി ഇറങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉത്സവം കഴിയുന്ന ദിവസമാണ്. ഉത്സവം കഴിയുന്ന ദിവസം ആയതുകൊണ്ട് കുറേ ഫയർ വർക്കും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. നല്ല മ്യൂസിക് ബാൻഡൊക്കെ കാണും. പിന്നെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഡിന്നറൊന്നും ഞങ്ങൾ പുറത്ത് പോകുന്നില്ല. അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ ഞങ്ങൾ പുറത്ത് ഒരുമിച്ച് ബിയർ ഗാർഡനിൽ ബിയർ ഫെസ്റ്റിവലിന് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം ഒക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുമല്ല ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒരു പായസം വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ആരും ഇല്ല. അപ്പം ഞാൻ ശ്രീനേട്ടന് വിചാരിച്ചെന്നാൽ അവൾ വരുമ്പോഴത്തേക്ക് ഒരു പായസം ഉണ്ടാക്കാം. വൈകക്കുട്ടി അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കാണ്. ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവൾ അവിടെ പോയിക്കാണ്. അപ്പം അവളും വരുന്നതിന് മുന്നേ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പായസം ഉണ്ടാക്കാം. ഇപ്പം സമയം 3:45 നമ്മൾ ബിയർ ഫെസ്റ്റിവലിൽ അതിൻ്റെ എൻഡിങ് സെറമണി കാണാൻ പോകുന്നത് ഒരു 7:30 8 o'clock ഒക്കെ ആയിട്ടേ പോകത്തുള്ളൂ. ഇവിടെ ഇപ്പം നല്ല വെട്ടമുണ്ടല്ലോ, ഇരുട്ടാൻ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ചവ്വരിയും പൊടിയരിയും കൂടെയുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെന്ന് പറയാൻ കുക്കർ അടിക്കുന്നു. ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞങ്ങളെന്ന് പറയാൻ കാരണം ശ്രീനേട്ടനും ഞാനും കൂടെ ഒരുമിച്ചാണ് പായസം ഉണ്ടാക്കണേ. മെയിൻ ആള് ശ്രീനേട്ടനാണ്, ഞാൻ ഒരു കൈസഹായി മാത്രമാണ്. ശ്രീനേട്ടനും പനിയായിരുന്നു. ശ്രീനേട്ടൻ്റെ പനി മാറി വരുന്നു. ചുമയുണ്ട്, എനിക്ക് പനിയുമുണ്ട്, ചുമയുണ്ട്. പനി എന്ന് വെച്ചാൽ ജലദോഷപ്പനിയാണ്, ടെമ്പറേച്ചറൊന്നുമില്ല. പിന്നെ ചവ്വരി, നമ്മുടെ പൊടിയരി, പഞ്ചസാര, പാല് ഇട്ടിട്ടുള്ള ഒരു ശടപടയെന്നുള്ള ഒരു പായസമാണ് ഞങ്ങൾ ഉണ്ടാക്കണേ. വീട്ടിൽ ബർത്ത്ഡേകളിൽ നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും പായസം ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് ഇത്ര പായസമൊന്നും താല്പര്യമില്ല, പക്ഷെ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ട് വിളക്കത്ത് വെക്കാറുണ്ട്. അപ്പം വിളക്കത്ത് പായസം വെക്കണം. കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആവണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഒരു ക്ലൗഡിയാണ് കേട്ടോ പുറത്ത്. ഞാൻ കാണിക്കാം. പുറത്തുനിന്ന് ഇച്ചിരി മൂടിയിട്ട് നിൽക്കുകയാണ്. മഴക്കോളൊക്കെ ഉണ്ട്. ഈ ജലദോഷവും പനിയും പിടിച്ചിട്ട് ഞാൻ ഇനിയും ബിയർ ഫെസ്റ്റിവലിനും കൂടെ പോയാൽ അടിപൊളിയാവും കേട്ടോ. ചവ്വരി നന്നായിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ വേവിക്കണം കേട്ടോ. വെന്തതിന് ശേഷം ഒരു അടുപ്പിൽ നമുക്ക് കുറച്ച് പൊടിയരിയും കൂടെ കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ച് രണ്ടും കൂടെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം പാലൊഴിക്കാം കേട്ടോ. തിളപ്പിച്ച പാലൊഴിക്കാം. ഞങ്ങൾ ഇവിടെ എല്ലാം പാലിലൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യും. പിന്നെ പഞ്ചസാര ഇടുക, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡും ഇടാം കേട്ടോ. ഞങ്ങൾ പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് നന്നായിട്ടൊരു തിള വരുന്നിടം വരെ അത് വെയിറ്റ് ചെയ്യാം. അതൊന്നും അടുക്കി പിടിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നെയ്യിൽ ഇല്ലെങ്കിൽ ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടാം. നമുക്ക് പായസം ഉണ്ടാക്കിയത് വിളക്കത്ത് വെക്കാം കേട്ടോ. ജേഴ്സി ബർത്ത്ഡേ കേക്കും കൂടെ കഴിച്ചു നോക്കാം. അവള് തന്നെയാണ് അവളുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയത്. കേക്ക് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് ഫ്രോസ്റ്റിംഗ് കുറച്ച് സൗപ്പ് ഉണ്ടാക്കിയ കേക്കാണ്, കഴിച്ചു നോക്കൂ. അവളുടെ ബർത്ത്ഡേക്കുള്ള കേക്ക് അവള് തന്നെ ഉണ്ടാക്കി ഇന്നലെ.
ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഞാനോട് ശകലം കഴിച്ച് നോക്കട്ടെ. നല്ല പായസം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ബിയർ ഫെസ്റ്റിവലിന് പോവാണ് ഗൈസ്. ഇപ്പം സമയം 6:45 എന്തോ വെയിലല്ലേ. ഉച്ചയ്ക്ക് നല്ല മൂടി നിൽക്കുമായിരുന്നേ, ഇപ്പം നല്ല വെയിൽ. ഇന്ന് ഇവിടുത്തെ സമ്മർ ഫെസ്റ്റിവൽ കഴിയുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം. വൈകക്കുട്ടി ഓൾറെഡി അവിടെ വരും. വൈകക്കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അവൾ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് അവരെയും കൂടെ അവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ശ്രീനേട്ടനും സോപ്പുക്കുട്ടിയും കൂടെ അങ്ങനെ ബിയർ ഫെസ്റ്റിവലിലോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ എൻ്റെ ചാനലേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും തരണം കേട്ടോ. ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. നാളെ ഓഫീസുണ്ട്. സോപ്പുക്കുട്ടിക്ക് നാളെ സ്കൂളിൽ, അവൾക്ക് സ്കൂൾ അടിച്ചു. സോ ഷീ ഈസ് ഹാപ്പി, ഫ്രീ ബേർഡ്. ശ്രീനേട്ടന് നാളെ പണിയുണ്ട്. അപ്പം ഞങ്ങൾ ഒത്തിരി നേരം ഇരിക്കില്ല. വിൽ സി. ജീനു ഉണ്ട്, ബിനോയ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉത്സവം കഴിയുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം നമ്മൾ എത്തി ഗൈസ്. നമുക്ക് വല്ല വായിച്ചു തന്നിട്ട് പോകാം. ഇനി ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത പൂരം വരാൻ വേണ്ടിയിട്ട്. ഇനിയും ആക്ച്വലി ഇപ്പം മണി 9:30, രാത്രി 10 മണിയാവുന്നു. പക്ഷെ 12 മണിക്കാണ് അവർക്ക് ഫയർ വർക്ക് ഉള്ളത്. നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കുട്ടികൾക്കല്ല, വൈകക്കുട്ടിക്ക് സ്കൂളുണ്ട്, എനിക്ക് ജോലിയുണ്ട്. വീട്ടിൽ പോയി കഴിയുമ്പോൾ ഭയങ്കര ടയർഡാവും. പിന്നെ രാവിലെ എണ്ണിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഞങ്ങളുടെ വീട്ടിനടുത്താണ്. സോ വി ആർ ഗോയിങ് ബൈ വാക്ക്. ഗേൾസ് ബൈ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ സൗപ്പുകുട്ടി. ഹാപ്പി ബർത്ത്ഡേ. അച്ഛേ ഒരു ബൈ പറഞ്ഞോളൂ. ബൈ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ.